എഴുത്ത് വർണ്ണവിവേചനത്തിനെതിരെയുള്ള പോരാട്ടമാക്കിയ എഴുത്തുകാരി. നദീന്റെ നോവലുകളും ലേഖനങ്ങളും നാടകങ്ങളുടെയുമെല്ലാം പ്രമേയം ദക്ഷിണാഫ്രിക്കയിലെ സാമൂഹ്യരാഷ്ട്രീയ അന്തരീക്ഷവും വർണ്ണവിവേചനവുമായിരുന്നു. സ്നേഹവും സൗഹൃദവുമെല്ലാം അതിൽ ചേർത്തുവച്ചു. ദക്ഷിണാഫ്രിക്കയിലെ രാഷ്ട്രീയത്തോട് കലഹിച്ച എഴുത്തുകാരിക്ക് വലിയ രീതിയിലുള്ള അടിച്ചമർത്തലുകൾ നേരിടേണ്ടി വന്നു. മിക്ക കൃതികളും ഭരണകൂടം നിരോധിച്ചു. പക്ഷേ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നദീൻ സന്ധിയില്ലാത്ത പോരാട്ടം തുടർന്നു. എഴുത്തിലൂടെ വർണ്ണവിവേചനത്തിനെതിരെയുള്ള പോരാട്ടം അവസാനിപ്പിക്കുന്നത് 94-ൽ ആഫ്രിക്കയുടെ പ്രസിഡന്റായി നെൽസൺ മണ്ടേല ചുമതലയേൽക്കുന്നതോടെയാണ്. 1991-ലാണ് നദീൻ ഗോഡിമറിന് നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. 1974-ൽ ബുക്കർ പുരസ്കാരം ലഭിച്ചു. 15 നോവലുകളടക്കം 30 പുസ്തകങ്ങളാണ് നദീന്റേതായി ഇതുവരെ പുറത്തിറങ്ങിയിട്ടുള്ളത്. വളരെ ചെറുപ്പത്തിലെ എഴുതി തുടങ്ങിയ കം അഗെയിൻ ടുമാറോ 15-ാം വയസ്സിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. ദ കൺസർവേഷനിസ്റ്റ്, മൈ സൺസ് സ്റ്റോറി, ബർഗേഴ്സ് ഡോട്ടർ, ജൂലീസ് പീപ്പിൾ എന്നിവയാണ് പ്രധാനപ്പെട്ട രചനകൾ. 2012-ൽ പ്രസിദ്ധീകരിച്ച നോ ടൈം ലൈക്ക് ദ പ്രസന്റ് ആണ് അവസാന കൃതി. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.